വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നീ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത് ക്രോസിംഗ് ദ ബോർഡേഴ്സ് എന്ന സബ്ജക്റ്റിലെ പുരണാവം ബൈ ചന്ദ്രമതി എന്ന വർക്കിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ പീസ് എന്നുള്ളത് എഴുതിയിട്ടുള്ളത് ഒരു വുമണാണ്. ആ ഒരു വുമൺ എന്നുള്ളത് ക്യാൻസറായിട്ട് ബാറ്റിൽ ചെയ്യാണ്, യുദ്ധം ചെയ്യാണ്. റിഫ്ലെക്സ് ഓൺ ഹെർ ജേണി ത്രൂ ദ ലെൻസ് ഓഫ് ഇമോഷണൽ ട്രുത്ത്. ഇമോഷണൽ ട്രുത്തിലൂടെയുള്ള ആ ഒരു ജേണി റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബോഡിയിലെ എക്സ്പീരിയൻസ്, ഫിലോസഫിക്കൽ എൻക്വയറി, ഇതിലൂടെയൊക്കെയുള്ള ആ ഒരു ജേണിയാണ് ഈ ഒരു വർക്കിലൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത്. ഈ ഒരു സ്റ്റോറി എന്നുള്ളത് ക്രോണിക്കൽസ് ചന്ദ്രമതിയുടെ എക്സ്പീരിയൻസ്, ക്യാൻസർ എന്നുള്ള ആ ഒരു രോഗത്തിനെ പറ്റിയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ ആ ഒരു റൈറ്റർ പറയുന്നുള്ളത്. ചന്ദ്രമതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ്, ക്യാൻസർ എന്ന രോഗനിർണയത്തിലൂടെയുള്ള ആ ഒരു എക്സ്പീരിയൻസാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ വിവരിക്കുന്നുള്ളത്. അതുപോലെ തന്നെ അണ്ടർഗോയിങ് ട്രീറ്റ്മെൻറ്റ്, ആ ഒരു ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ ലിവിങ്, പിന്നീടുള്ള ആ ഒരു ക്യാൻസർ രോഗനിർണയത്തിന് ശേഷമുള്ള ജീവിതവും അതൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ വിവരിക്കുന്നുള്ളത്. ത്രൂ ദ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ടോൾ ഓഫ് ദ ഡിസീസ്, ഈ ഒരു രോഗം കാരണമായിട്ട് ഉണ്ടായിട്ടുള്ള ഇമോഷണൽ അതുപോലെ തന്നെ ഫിസിക്കൽ ടോൾ, ആഘാതം എത്രത്തോളം എന്ന് ഈ ഒരു സ്റ്റോറിയിലൂടെ ഈ ഒരു റൈറ്റർ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ക്യാൻസർ എന്ന രോഗം കാരണത്താൽ അവൾ എന്തൊക്കെയാണ് സഹിക്കുന്നുള്ളത്, കീമോ, സർജറി, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ട്രോമ, ഇതൊക്കെ സഹിച്ചിട്ടും അവൾ എന്ത് ചെയ്യുന്നുണ്ട്, അവളുടെ ആ ഒരു സെൻസ് ഓഫ് സെൽഫിനെ പുനർനിർവചിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇനി ഈ ഒരു സ്റ്റോറീൻ്റെ മേജർ തീംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇൽനെസ് ആൻഡ് സെൽഫ്ഹുഡ്. ക്യാൻസർ എന്നുള്ളത് ബിക്കംസ് എ മിറർ, ഫോഴ്സ് ചെയ്യുന്നുണ്ട് ആ ഒരു നറേറ്ററിനെ അവൾ ആരാണ് എന്നതിനെ പറ്റിയിട്ടുള്ള ആ ഒരു കാര്യം നേരിടാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്യാൻസർ കാരണം അവൾക്ക് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അവളുടെ ഐഡൻറ്റിറ്റി എന്നുള്ളത് ആസ് എ വുമൺ, റൈറ്റർ, ടീച്ചർ ആൻഡ് ഹ്യൂമൻ ഈസ് ടെസ്റ്റഡ് ആൻഡ് അൾട്ടിമേറ്റ്ലി സ്ട്രെങ്തൻ ആയിട്ടാണ് ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് കാണുന്നുള്ളത്. ഫീമെയിൽ ബോഡി ആൻഡ് സൊസൈറ്റി, ഈ ഒരു സ്റ്റോറി ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഫീമെയിൽ ബ്യൂട്ടി അതുപോലെ തന്നെ കംപ്ലീറ്റ്നെസ്, പൂർണ്ണത, ആ ഒരു സ്ത്രീയുടെ ഭംഗിയും അതുപോലെ തന്നെ ആ ഒരു സ്ത്രീയുടെ പൂർണ്ണതയും എങ്ങനെയാണ് സമൂഹം കൺസ്ട്രക്റ്റ് ചെയ്യുന്നുള്ളത്, എങ്ങനെയാണ് സമൂഹം നിർമ്മിക്കുന്നുള്ളത് എന്നതിനെ പറ്റിയിട്ട് ഈ ഒരു സ്റ്റോറിയിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ചന്ദ്രമതി വിമർശിക്കുന്നുള്ളത് എന്തിനാണ്, എങ്ങനെയാണ് സൊസൈറ്റി വുമൻ്റെ ആ ഒരു ബോഡി ഇൽനെസ്സിനും സർജറിക്കും ശേഷമുള്ള വുമൻ്റെ ആ ഒരു ബോഡീനെ സൊസൈറ്റി എങ്ങനെയാണ് വ്യൂ ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടൊക്കെ ചന്ദ്രമതി ക്രിട്ടിക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വോൾനെസ് ബിയോണ്ട് ദ ഫിസിക്കൽ, ശരീരത്തിന് അപ്പുറമുള്ള പൂർണ്ണത. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു എസ്സേയിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ദ ഐഡിയ ദാറ്റ് റിയൽ കംപ്ലീറ്റ്നെസ് എന്നുള്ളത് കംസ് നോട്ട് ഫ്രം ഫിസിക്കൽ പെർഫെക്ഷൻ. ഫിസിക്കൽ പെർഫെക്ഷനിൽ നിന്നല്ല ഒരിക്കലും ആ ഒരു റിയൽ കംപ്ലീറ്റ്നെസ് വരിക എന്ന ഐഡിയ ഈ ഒരു എസ്സേയിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. പകരം ആ ഒരു കംപ്ലീറ്റ്നെസ് വരുന്നത് എവിടെ നിന്നാണ് വരേണ്ടത്, ഇന്നർ സ്ട്രെങ്ത്, ഉള്ളിൽ നിന്നുള്ള ആ ഒരു ശക്തിയും അതുപോലെ തന്നെ അക്സെപ്റ്റൻസ് ആൻഡ് അവെയർനെസ്, ഉള്ളിൽ നിന്നുള്ള നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു സ്ട്രെങ്ത്തും അതുപോലെ തന്നെ അക്സെപ്റ്റൻസും അതുപോലെ തന്നെ അവെയർനെസ്സിൽ നിന്നൊക്കെയാണ് കംപ്ലീറ്റ്നെസ് വരേണ്ടത് എന്നാണ് ഈ ഒരു എസ്സേയിലുള്ള ആ ഒരു ഹൈലൈറ്റ് ചെയ്യുന്നുള്ള ഐഡിയ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക.